CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്തയച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിനു പിന്നിൽ വിമോചന സമരക്കാരാണ് എന്ന പരാമർശം വേദനിപ്പിച്ചു. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അമരക്കാരൻ എന്ന നിലയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും കത്തിൽ പറയുന്നു. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലിം, അപ്പോൾ ഈ പല രീതിയിലുള്ള വിമർശനങ്ങൾ, അവരെ അതിരൂക്ഷമായ ഭാഷയിൽ പരിഹസിക്കുകയൊക്കെ ചെയ്ത് പല രീതിയിലും പുറത്തു വന്നിരുന്ന വാർത്തകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇവർ വളരെ കൃത്യമായി തന്നെ പറയുന്നു, നമുക്കൊരു പ്രതീക്ഷയുണ്ട്, വിമോചന സമരക്കാർ എന്ന് ഞങ്ങളെ സഖാവ് വിശേഷിപ്പിച്ചതിൽ അവർക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ കൃത്യമായിട്ടൊരു പരിഹാരം, അതിനെന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യണമെന്നാവശ്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നടപടി ഉണ്ടാകണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന ആഗ്രഹവുമുണ്ട്. സലിം പറയും. സ്മിത, ഇപ്പോൾ ഈ CPIM ജനറൽ സെക്രട്ടറിക്ക് ഒരു തുറന്ന കത്താണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ MA ബേബിക്ക് അഭിനന്ദനമാണ്. അത് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തുറന്ന കത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇവരെ ആക്ഷേപിച്ചതിനെതിരായ അതിൽ അവർക്ക് വിഷമമുണ്ടായി എന്നുകൂടി രേഖപ്പെടുത്തുന്നു. സമരത്തെയും സമര നേതാക്കളെയും ആക്ഷേപിക്കുന്ന നിലപാട് CITU നേതാക്കൾ കൈക്കൊണ്ടെങ്കിലും അന്ന് വളരെ സംയമനത്തോടെയാണ് തങ്ങൾ അതിനെ നേരിട്ടത്. പക്ഷേ ഈ സമരത്തിന് പിന്നിൽ വിമോചന സമരക്കാരാണെന്നുള്ള താങ്കളുടെ പരാമർശം അവരെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ സമരത്തിന്റെ ലക്ഷ്യവും മാർഗവും തീരുമാനിക്കുന്നത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മാത്രമല്ല തങ്ങളെ പരസ്യമായി പിന്തുണച്ച 200ഓളം സംഘടനകളും അനേക പ്രമുഖ വ്യക്തികളും ഈ സമരത്തെ സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല. അതുകൊണ്ട് തങ്ങളും അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങുന്നവരല്ല എന്നുകൂടി ആ തുറന്ന കത്തിൽ പറയുന്നുണ്ട്. ന്യായമായ ഡിമാൻഡുകൾ, ജനാധിപത്യപരമായ സമരരീതി, സ്ത്രീ തൊഴിലാളികളുടെ പോരാട്ടം, തീരെ ദരിദ്രരും എന്നാൽ വലിയ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരുമായ ഒരു ജനവിഭാഗം തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് ഈ സമരത്തിന് പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയത്. അത് തന്നെയാണ് തങ്ങളും മനസ്സിലാക്കുന്നത് എന്നുള്ളതിന് ഈ കത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7000 രൂപ ഓണറേറിയം എന്ന നിലവിലെ തുക അത് അപര്യാപ്തമാണ്, അത് വർദ്ധിപ്പിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന ഈ തുറന്ന കത്തിൽ പറയുന്നു. കത്ത് ഒരു ദീർഘമായ കത്താണ്. അതിൽ പല നിലയിലുള്ള കാര്യങ്ങൾ, ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും അവകാശ സമരങ്ങളുടെയും ഒക്കെ ചരിത്രമൊക്കെ MA ബേബിക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലെ ആ കത്ത് ഇത് ഈ കത്തിൽ അവർ പൂർത്തിയാക്കുന്നത്. അതിനൊടുവിൽ ഏറ്റവും അവസാനമായാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അമരക്കാരൻ എന്ന നിലയിൽ അവരുടെ ഡിമാൻഡുകളും വിലയിരുത്തലുകളും അർഹമായ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിമാൻഡുകൾ നേടിയാൽ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടായാൽ വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളും തയ്യാറാണ് എന്ന ഈ കത്തിൽ പറയുകയും ചെയ്യുന്നു. സ്മിത. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ വളരെ നീണ്ടൊരു കത്താണ്. കത്തിൽ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഡിമാൻഡ്സ്, ആവശ്യങ്ങൾ അംഗീകരിക്കണം, ഈ സമരം അവസാനിപ്പിക്കാനുള്ള അതിന് മുൻകരുതൽ കൈയെടുക്കണമെന്നും അദ്ദേഹത്തിനോട് പറയുന്നു. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് തീരുമാനങ്ങൾ പോവുക എന്ന്. ദിവസങ്ങൾ ഇത്രയായിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ സമരം അവസാനിപ്പിച്ചേ പറ്റൂ. അവരുടെ എല്ലാ ആവശ്യങ്ങളും വളരെ ന്യായമാണ്, അതിലൊരു പരിഹാരവും ഉണ്ടാകണം.